COVID-19 രോഗം ലോകമാകെ പടരുന്ന അസാധാരണമായ സാഹചര്യത്തിൽ നാളെ ക്രൈസ്തവ സഭാ സമൂഹം ഓശാന ഞായർ ആചരിക്കും. വത്തിക്കാനിൽ നടക്കുന്ന തിരുകർമ്മങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളുടെ സാന്നിധ്യമില്ലാതെയായിരിക്കും കാർമ്മികത്വം വഹിക്കുക. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിവിധ സഭാ സമൂഹങ്ങൾ ഓൺലൈൻ വഴിയായും ടെലിവിഷനിലൂടെയുമാണ് ശുശ്രൂഷകളിൽ പങ്കെടുക്കുക. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഓശാന ഞായറിൽ വിശ്വാസികൾക്ക് കുരുത്തോലകൾ ഏറ്റുവാങ്ങാനും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കാതെ വരുന്നത്. വിശ്വാസികൾ ഓൺലൈനിലൂടെയും ടെലിവിഷനിലൂടെയുമാണ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുക. നാളെ രാവിലെ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 8:30 സീറോ മലങ്കര സഭ ആസ്ഥാനത്ത് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് മോറാൻമോർ ബെസോലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞു 2:30 വത്തിക്കാനിൽ നിന്നും പാപ്പയുടെ ഓശാന ഞായർ തിരുക്കർമ്മങ്ങളും തിരുവനന്തപുരം ലാറ്റിൻ അതിരൂപത ആസ്ഥാനത്ത് നടക്കുന്ന ശുശ്രൂഷകളും തത്സമയം ഷെക്കേന ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യും. ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ പിൻഭാഗത്തുള്ള സിംഹാസന അൾത്താരയിലായിരിക്കും ദിവ്യബലി അർപ്പിക്കുക. അതേസമയം വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ നിന്നും പരമ്പരാഗതമായി നടന്നുവരുന്ന ഒലിവോലകളും കുരുത്തോലകളും വഹിച്ചുള്ള പ്രദക്ഷിണം ഉണ്ടാകില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റോമാ നഗരത്തിൽ പതിവ് പോലെ തടിച്ചുകൂടാറുണ്ടായിരുന്ന 10,000-കണക്കിന് വിശ്വാസികളും വൈദികരും സന്യസ്തരും വീട്ടിലും സന്യാസ ഭവനങ്ങളിലും ഇരുന്ന് ഓൺലൈനിലൂടെ ദിവ്യബലിയിലും തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്.